ഹലോ ഫ്രണ്ട്സ്, വിദ്യൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് തക്കാളി തൈയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഊന്ന് കൊടുക്കാൻ വേണ്ടി 2 കോൺക്രീറ്റ് കാലുകൾ ഉണ്ടാക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതെൻ്റെ ഉള്ളിത്തൈയാണ് കേട്ടോ, ഉള്ളി കൃഷി തൈയാണ്. അപ്പം ഇത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ കട്ടകളൊക്കെ പൊടിച്ചെടുക്കുകയാണ് ഞാൻ. ഇത് ഹസ്ബൻഡ് ഇങ്ങനെ കൂട്ടിത്തരുന്നുണ്ട് കാല് കൂത്താൻ വേണ്ടി. അപ്പം പഴയൊരു സിമൻ്റായിരുന്നു, ഇത് പൊടിച്ചെടുത്തതാണ്. പഴയ സിമൻറ്റ് കട്ട പിടിച്ചത് പൊടിച്ചെടുത്തതാണ്. ഇതിങ്ങനെ എടുത്തിട്ട് 2 കോൺക്രീറ്റ് കാലുകൾ നാട്ടിയിട്ട് അതിലിങ്ങനെ വളർന്നു വരുന്ന തക്കാളത്തെ ഇങ്ങനെ കുത്തി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കുഴച്ചെടുത്ത് 2 കാലുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ കുഴയുടെ പരുവമൊന്നും എനിക്ക് അറിയില്ല. അപ്പം മൂപ്പർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് മൂപ്പരെ ഞാൻ വിളിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് എനിക്ക് 2 കമ്പുണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ മൂപ്പറാക്കി തന്നതാണ്. പിന്നെ കൃഷിക്കൊക്കെ ഒരുപാട് സഹായം ചെയ്യും. ഇതാണ് കമ്പ്. ഇതിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തും. അപ്പോൾ 2 കമ്പ് കിട്ടും. തക്കാളിത്തൈയുടെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ഓരോ കമ്പിലിങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ കെട്ടിക്കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നടക്കുമോ ഇല്ലയെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ 2 എണ്ണം ആക്കിയിട്ടുണ്ട്. 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ഉണങ്ങാൻ, അതായത് സെറ്റായിട്ട് വെക്കാം. ഇതെൻ്റെ വീട്ടിൽ പൂത്ത ഈ ചെടിയാണ്. ഇതിൻ്റെ പൂ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഗ്രോ ബാഗ്സ്. ഞാൻ ചെടി നടാൻ കൊണ്ടുവന്ന് വെച്ചിട്ട്, ചെടിയല്ല കൃഷി ചെയ്യാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതിലൊക്കെയാണ് ഇനി എൻ്റെ ചെടികളൊക്കെ മാറ്റി നടാൻ പോകുന്നത്. ഇത് ഞാൻ വാങ്ങിയ പണ്ട് ഞാൻ ആദ്യം കൃഷി ചെയ്തപ്പോൾ ഉണ്ടായ മുളകാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് കായ് തരുന്നുണ്ട്. ഇഷ്ടം പോലെ കായ്. ഞാൻ കുറേ മാസമായിട്ട് ഇവിടുന്ന് പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങാത്തത്. ഒരുപാട് പച്ചമുളക് എനിക്ക് ഇതിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈ ഞാൻ ഒരുപാട് വിത്തിട്ടിട്ടുണ്ട്, മുളപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ചെറിയ കാന്താരി, വെള്ളക്കാന്താരിയാണിത്. കാന്താരിയുടെ അത്ര ചെറുതല്ല, എന്നാലും വെള്ളക്കാന്താരി എന്ന് പറയും. ചമ്മന്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ എല്ലാ കറികൾക്കും ഇതിൽ നിന്നാണ് എടുക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ 2-3 സ്ഥലത്ത് ഞാൻ നട്ടിട്ടുണ്ട്. വെയിലുള്ള ഭാഗങ്ങളിൽ ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൃഷി ചെയ്തതാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് ഇതിൽ നിന്ന് വിളവ് തരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അതൊന്ന് വിപുലീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതെൻ്റെ പാവൽ തൈയാണ്. പാവൽ ഞാൻ കിളിപ്പിച്ച് ഹൈബ്രിഡ് വിത്ത് വാങ്ങി കിളിപ്പിച്ചതാണ് കേട്ടോ. ഇതാണ് പാവലിൻ്റെ വിത്ത്. ഇങ്ങനെ കിളിച്ചിട്ടുണ്ട്. ഇത് പീച്ചിങ്ങയാണെന്ന് തോന്നുന്നത്. പിന്നെ ഇത് പയർ ഇങ്ങനെ കുറച്ച് കിളിച്ച് വന്നിട്ടുണ്ട്. ഒരു വലിയൊരു സംഭവമായിട്ട് കിളിച്ചിട്ടില്ല, എന്നാലും ചെറിയൊരു രീതിയിൽ അത് കിളിച്ച് വന്നിട്ടുണ്ട്. ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ട ഞാൻ മണ്ണിലിട്ട് തന്നെ മുളപ്പിച്ച് വളർത്തിയെടുത്തതാണ്. കാല് കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മണ്ണിട്ട് കൊടുക്കാം. പിന്നെ ഇത് ചീര അത്രയ്ക്ക് അങ്ങ് ഉഷാറായിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. വെയിൽ തീരെ കിട്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ചീര ഞാൻ 2-3 ഭാഗത്ത്. ഇത് വഴുതനയാണ്. വഴുതനയുടെ വിത്ത് ഞാൻ കിളിപ്പിച്ചിട്ടുണ്ട് 2 പാത്രത്തിലായിട്ട് വഴുതന. ഇത് വീണ്ടും ചീരയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ നട്ട മുളകാണ്. പക്ഷേ എനിക്ക് ഒരു കായ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് കളയാൻ എനിക്ക് പറ്റിയില്ല. ഇത് പച്ചമുളക്, ഇത് ക്യാബേജ്, കോളിഫ്ലവർ. 2ഉം വലുതായാലേ എന്താണെന്നറിയാൻ പറ്റുള്ളൂ. ഇത് വെള്ളച്ചീരയാണ്. വെള്ളച്ചീര ഞാൻ ഒന്ന് ശോഷിച്ച് വന്നപ്പോൾ 3-4 ചെറിയ കവറുകളിലായിട്ട് മാറ്റി നട്ട് കൊടുത്ത് പരീക്ഷിച്ചതാണ്. ഇത് തക്കാളി. ഇത് വെള്ളച്ചീര വലുതായിട്ട് വിത്തിട്ട് മുളപ്പിച്ച വെള്ളച്ചീരയാണ്. ഇത് കക്കിരി വെള്ളരി എന്ന് പറയും ഞാൻ വാങ്ങിയത്. ഇത് കുറച്ചുകൂടെ വലുതായ കോളിഫ്ലവറാണ്. ഇത് തക്കാളി. ഇതൊക്കെ തക്കാളികളാണ്. ഇതാക്കണ്ടേ, തക്കാളികൾ വലുതായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് ഒരു കമ്പൊക്കെ നാട്ടി കൊടുക്കണ്ടേന്ന് കരുതിയിട്ടാണ് മറ്റേ കോൺക്രീറ്റിൻ്റെ സ്ലാബ് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ ഇതാണ് ഓവറോൾ എൻ്റെ കാഴ്ച എന്നൊക്കെ പറയുന്നത്. ഇത്രയേ ആക്കിയിട്ടുള്ളൂ. ഇനി ഗ്രോ ബാഗിൽ കുറച്ചൊക്കെ വളർത്താനുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വിത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാനുണ്ട്. അത് ചീരയാണ് കേട്ടോ. ഞാൻ വേസ്റ്റായ കുറച്ച് പാത്രങ്ങളിലൊക്കെ ചീര നട്ടിട്ടുണ്ട്. ഇത് കോളിഫ്ലവറാണ് കേട്ടോ. കോളിഫ്ലവർ ആണോ ക്യാബേജ് ആണോ എന്നറിയില്ല. ഇത് വാഴ. ഇത് ടെറസിൻ്റെ മണ്ടയിലോട്ട് കാച്ചു നിൽക്കുന്ന വാഴയാണ് കേട്ടോ. ഇതിൻ്റെ കൂമ്പ് പൊട്ടിച്ചെടുത്ത് തോരൻ വെക്കാം. ഇത് മൂക്കാറായതാണ്. ഇത് പറിക്കാറായെന്ന് തോന്നുന്നു. പിന്നെ ചക്കയുണ്ട് ഞങ്ങൾക്ക്. ഇത് ഇത്തിരി കേട് വന്ന പ്ലാവാണ്. കാരണം ഇത് വലുതാകുമ്പോൾ ചക്കയൊക്കെ കേടായി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ചക്ക അപ്പുറത്ത് ഒരു കണ്ടത്തിൽ നിൽപ്പുണ്ട്, അത് പറിക്കാം. അപ്പോൾ ഇതാണ് മുകളിൽ നിന്നുള്ള ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് എൻ്റെ കൃഷിയിടത്തിൻ്റെ. ഇത് വളർന്നു വരുന്തോറും ഞാൻ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. ഓക്കെ. അപ്പം എൻ്റെ ചെറിയ കൃഷികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പിന്നെ ഇതിൽ കണ്ട നോക്ക്, ഈ ചെറിയ മുളക് ചെറുതാണ്, പക്ഷേ ഇതിൽ പൂട്ടിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ പൂട്ടിട്ടുണ്ട്. ഇതിൽ കണ്ടോ, പൂട്ടിട്ടുണ്ട്. അപ്പോൾ കാണാം, അടുത്ത വീഡിയോ കാണാം. ബൈ.